ഗാനമേളക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പാട്ട് അതിൽ ഒരു പാട്ടുണ്ടാവും. ഒരു പാട്ട് ഏത് പടത്തിലാണെങ്കിലും ഗാനമേളക്ക് പറ്റിയ പാട്ടുണ്ട്. കാരണം ഈ പൂനില മറ്റേ മാനത്തെ കൊട്ടാരത്തെ പൂനിലാമഴ അവിടെ തൊട്ട് തുടങ്ങി ഇപ്പൊ ലാസ്റ്റ് തേന്മാങ്കുമ്പത്തിലെ പാട്ടൊക്കെ എല്ലാരും ഗാനമേളക്കാർക്ക്. കാരണം സ്റ്റേജ് പഞ്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ആ ഒരു കാര്യം. പിന്നെ ഈ മാനത്തെ കൊട്ടാരത്തിന്റെ വേറെ ആ ഒരു ഭാഗ്യം കിട്ടിയേക്കുന്നത് എനിക്ക് തോന്നുന്നു വേണിച്ചേട്ടന് മാത്രമല്ല. കാരണം പല സിനിമകളിലും ഒരു പാട്ടിന്റെ സീനിൽ ആ പാടത്തിൽ ഇല്ലാത്ത ആളുകൾ വന്നിങ്ങനെ ഈ പൂനിലാമഴയിൽ മലയാള സിനിമ താരങ്ങൾ കണ്ടമാനം പേര് വിഷ് ചെയ്യാൻ വേണ്ടി വന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ആ സെയിം സാധനം തന്നെയാണ് അതേപോലെ വേറെ പതിപ്പാണ് കാര്യസ്ഥലിൽ. അങ്ങനത്തെ രണ്ട് പടത്തിലും ആ കാര്യസ്ഥല പാട്ട് ഇപ്പോഴും എല്ലാ കല്യാണ വീട്ടിലെ ഗാനമേള തലവസം ഉണ്ടെങ്കിൽ അങ്ങനെ റിസപ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോഴും മംഗളങ്ങളെല്ലാം പാടുന്നവരുണ്ട്. പിന്നെ താമരപ്പൂവിൽ വാഴും. ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും ഗാനമേളക്കാർ സ്ഥിരം പാടുന്ന പാട്ടാണ് തെച്ചിപ്പൂവേ. അത് ഏത് ഗാനമേളക്കും ഞങ്ങളൊക്കെ എല്ലാ പ്രോഗ്രാമിനും ആ ഒരു പാട്ട് മസ്റ്റാണ്. അപ്പൊ സ്റ്റേജ് പഞ്ചിന് വേണ്ടി ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല പാട്ടുകൾ ഉണ്ടാക്കുന്ന വളരെ അപൂർവം ചില സംഗീത സംവിധായകരിൽ ഒരാളാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി. കൂടുതലൊന്നും പറയാനുള്ള നമ്മളോട് സംസാരിക്കാനായിട്ട് വേണിച്ചേട്ടൻ തന്നെ ആദ്യം തന്നെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരണമെന്ന് ഞാൻ നേരത്തെ ആലോചിച്ചാണ്, പക്ഷെ സാധിച്ചില്ല. സത്യം പറഞ്ഞ ഈ സ്ഥലം മനസ്സിലായില്ല, അതാണ് പ്രധാന കാരണം. ഇതിനെപ്പറ്റി പറഞ്ഞത് വലിയൊരു മ്യൂസീഷ്യനും USA-യിലെ എൻ്റെ ഒരു വളരെയധികം അടുത്ത ഒരു കൂട്ടുകാരനാണ്. വളരെ ചെറുപ്പം പോലെ അടുത്തുള്ളൊരു കൂട്ടുകാരൻ. ഈ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ്, എടാ ഞാനിവിടെ ഇടക്കിടയ്ക്ക് ഇവിടെ വന്നു ടോമി എന്ന ഇവിടെ വരാറില്ല. ടോമി ഗംഭീര മ്യൂസീഷ്യനാണ്. ഞങ്ങൾ ഒരുമിച്ച് ആദ്യകാലം പോലെയുള്ള കാസറ്റ് വർക്കിനൊക്കെ മ്യൂസിക് ഡയറക്ഷനും കീബോർഡും ഒക്കെ ആയിട്ട്, പിന്നെ കലാഭവനിലെ ജൂനിയർ ഗ്രൂപ്പ് പോലുള്ള ഒരു ബന്ധമാണ്. ഇന്ന് വരെ മുറിഞ്ഞിട്ടില്ല. അപ്പൊ ടോമിയും ടോമിയുടെ ഒരു കൂട്ടുകാരനും കൂടെ വരുമായിരുന്നു എനിക്ക് തോന്നുന്നു. വന്നിവിടെ പാട്ട് പാടും. ടോമി നല്ലൊരു ഗായകൻ കൂടിയാണ്, അമേരിക്കയിലൊക്കെ പാടാനുണ്ട്. അപ്പൊ പറഞ്ഞു നീയും വാ എന്ന് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഇവിടെ പാടാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ നല്ല ക്ലാസിന്റെ സമയം, ക്ലാസ്സും പ്രോഗ്രാമും ഒക്കെ പിടിച്ചു. ഞാനൊരു ദിവസം വരാം, ഒരു ദിവസം എന്നെ വന്ന് കൊണ്ടുപോകണം, എനിക്ക് സ്ഥലം അറിയാൻ പാടില്ല പറഞ്ഞു. പക്ഷെ നിയാസ് പറഞ്ഞപ്പോഴത്തേക്കാണ്, എന്റെ അയൽവാസിയാണ്, നിയാസ് പറഞ്ഞപ്പോൾ ഇതായിരുന്നു ആ സ്ഥലം എന്ന് നമുക്ക് മനസ്സിലായത്. അപ്പൊ വലിയ സന്തോഷമായി ഇങ്ങോട്ട് വരാൻ, നിങ്ങളൊക്കെ കാണാൻ. എല്ലാവരും സംഗീതപ്രേമികളെയും സംഗീതം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരെയും ഗായകരെയും ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരെയൊക്കെ വലിയ ഇഷ്ടമാണ്. കാരണം ഇവരെല്ലാം നമ്മളെല്ലാവരും കൂടിയാണ് ഈ ഭൂമി സ്വർഗമാക്കുന്നത്, അല്ലേ? സംഗീതം നമുക്ക് തന്നത് നമ്മൾ ആരും കാശ് കൊടുത്ത് മേടിച്ചതല്ല, ദൈവമായിട്ട് നമുക്ക് ജനിച്ചപ്പോഴേ തന്നേക്കാണ്, ഇല്ലേ? അപ്പൊ അത് പാട്ട് പാടുന്നതിലൂടെയും പാട്ട് പഠിക്കുന്നതിലൂടെയും പഠിപ്പിക്കുന്നതിലൂടെയും മറ്റെല്ലാ കാര്യങ്ങളും സംഗീതവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഈ ദൈവം നമ്മളെ തന്ന ഈ ഒരു ഏറ്റവും വലിയ വരദാനം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നതും ദൈവത്തിന് സന്തോഷം കിട്ടുന്നതും. അപ്പൊ അതിങ്ങനെ തുടർന്നുകൊണ്ട് പോട്ടെ. എത്ര നാള്, മൂന്നാമത്തെ മാത്രമല്ല, 30 300 എത്ര നാള് ഭൂമിയിൽ മനുഷ്യനുണ്ടാവും, അത്രയും കാലം ഈ മ്യൂസിക് ആനിവേഴ്സറി ആഘോഷിക്കട്ടെ, അതിന്റെ പ്രയോജനം എല്ലാവരും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ സിഫ് മ്യൂസിക്കിന്റെ ഈ 3ാം വാർഷികത്തിന് എന്നെ ക്ഷണിച്ചതിന് ഓരോരുത്തരോടും ഇതിന്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് നിയാസിനോടും. നിയാസ് പറഞ്ഞാണ് ഞാനാണ് ഭാഗ്യ ഭാരവാഹി അല്ലേ? അങ്ങനെയാണോ? നിങ്ങളൊരാളാണോ? വൺമാൻ ഷോ ആണോ? അപ്പൊ പ്രത്യേകം നന്ദി, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോ സത്യത്തിൽ ഞാൻ കരോക്കെ ഒരുപാട് പാടിയിട്ടുണ്ട്. കുറെ നാളെ, കുറച്ച് 40-45 വർഷത്തിന് ശേഷമാണ് പിന്നെയും കുറച്ചൊക്കെ പാടാനൊക്കെ തുടങ്ങിയത്. പഠിപ്പിച്ച് അങ്ങനെ ആൾക്കാരെന്നെ കൊണ്ട് പാടിക്കുകയാണ്. ഞാൻ പാടുന്നതല്ല. അതിനു മുമ്പ് ഞാൻ ഇൻസ്ട്രുമെന്റ് വായന, സംഗീത സംവിധാനമൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ കരോക്കെ എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വേണ്ടി എന്തെങ്കിലും 2 വാക്ക് പറയണം എന്ന് നിയാസ് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ കരോക്കെ പറ്റി നിങ്ങൾ പറയണം എന്ന് പറയുന്ന ഒരാളെ എന്നെ കണ്ടുമുട്ടുന്നത്. അപ്പൊ ഞാൻ എനിക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. ഈ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ക്ലാസ് ആയിരുന്നു. നീ ഇത് കഴിഞ്ഞ ഉടനെ ക്ലാസ് 2 മണി തുടങ്ങി. അപ്പോ കര എന്ന ഒരു ജപ്പാൻ വേർഡും ഓക്കെ എന്നുള്ള വേറൊരു ജപ്പാൻ വേർഡും കൂടി ചേർന്നത് 1970-ലാണ് ഈ കരോക്കെ സമ്പ്രദായം ആദ്യമായിട്ട് ജപ്പാനിൽ വന്നത്.
അതാണ് കരാവോക്കെ. പക്ഷെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇത് കരോക്കെ ആയി എന്ന് മാത്രമേ ഉള്ളൂ. കരാവോക്കെ എന്നുള്ള കരാവോക്കെ എന്നുള്ള കരാപ്പോ എന്നുള്ളൊരു വാക്കിൽ നിന്നാണ് കര എന്തായത്. അപ്പൊ കര എന്ന് പറഞ്ഞാൽ MT എന്നർത്ഥം. ഇവിടെ കണ്ടില്ലേ, മൊത്തം MT. സാധാരണ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഗാനമേള എന്ന് പറഞ്ഞ ചെറിയ ഗാനമേള പോലും നിറച്ച് മ്യൂസീഷ്യൻസ് ആയിരിക്കും അല്ലേ. ഒക്കെ നേരത്തെ വന്ന് പ്രിപ്പയർ ചെയ്ത് തലേ ദിവസം അല്ലെ 2-3 ദിവസം അല്ലെ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും വരണം. മാത്രമല്ല പാട്ടുകാർക്കാണെങ്കിലും ഇത് ഏത് പിച്ചിലാണ്, ഏത് സ്കെയിലാണ്, ഏത് രാഗമാണ്, ഇതിന്റെ താളം ഏതാണ്, ഇത് എത്രത്തോളം ബേസിലോട്ട് വരുന്നുണ്ട്, എത്ര ടോപ്പിൽ പോകുന്നുണ്ട്, ഏതൊക്കെ ഗമകങ്ങൾ ഏതൊക്കെ താളത്തിൽ വരുന്നത്, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് പാടുന്നത്. ഇപ്പൊ കരോക്കെ എന്ന് പറയുമ്പോ അതൊരു ഡ്രോബാക്ക് ആണോ അല്ലെങ്കിൽ അതൊരു ഒരു സൗകര്യമാണോ എന്നറിയില്ല. പലരോട് ചോദിച്ചാലും നിങ്ങളിപ്പോ ഏത് പിച്ചിലാ പാടുന്നത് വെച്ചാൽ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. കരോക്കയിലെ പിച്ചിലാണ് പാടും. പിന്നെ ഓർഡർ കറക്റ്റ് ആയിട്ട് പാടിയില്ലെങ്കിൽ നമ്മൾക്ക് ഓർക്കസ്ട്രയുടെ ഒരു ഗുണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ 2 പ്രാവശ്യം പാടുന്ന പകരം 1 പ്രാവശ്യം പാടിയുള്ളൂ ഒരു പല്ലവി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അവൻ ഓർക്കസ്ട്രക്കാരൻ മാനേജ് മനുഷ്യരാണല്ലോ വായിക്കാൻ. ഇത് മനുഷ്യരല്ല, ഇത് നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിംഗ് ട്രാക്ക്. അപ്പൊ അതിന്റെ പുറകെ നമ്മൾ പോകണം. അപ്പൊ അത് ആ ഓർഡർ കൃത്യമായിട്ട് പഠിക്കണം. കുറച്ച് കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോ അങ്ങനെ ഇതൊരു ഫോം ഓഫ് എന്റർടൈൻമെന്റ് ആയിട്ടാണ് ജപ്പാൻകാര് ഇത് തുടങ്ങിയത്. എന്നിട്ട് ഇത് പക്ഷേ ആദ്യകാലങ്ങളിൽ ഇത് വെറും ബാറുകളിലോ അല്ലെ ചെറിയ ചെറിയ ക്ലബുകളിലോ മാത്രമേ ഇത് അങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, പാട്ടുകാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാനും ചെറിയ ഒരു ഗാദറിങ്ങിന്റെ ഒക്കെ സമയത്ത് വേറെ ഓർക്കസ്ട്രക്കാരൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമായിരുന്നു കരോക്കെ. ഇന്നിപ്പോ അതൊരു വലിയൊരു പ്രസ്ഥാനമായി ലോകം മുഴുവൻ. നമ്മുടെ കേരളത്തിലാണോ ഇത് കൂടുതൽ തഴച്ചു വളർന്നേക്കണത്? ഏറ്റവും കൂടുതൽ ഇവിടെ ആയിരിക്കും. അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്കമിങ് മ്യൂസീഷ്യൻസ് റെക്കോർഡിംഗ് ഒന്നും കുഴപ്പമില്ല, അവർ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റുകളൊക്കെ റെക്കോർഡിംഗ് ചെയ്യും. ആകെ പഠിച്ച് വരുന്ന മ്യൂസീഷ്യൻസിന് ആ വേദികൾ ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് വേണമെങ്കിൽ ഒരു ഹാർമോണിയം, ഒരു ഗിറ്റാറും ഒരു തബലയും വെച്ചിട്ടുണ്ടെങ്കിൽ നടത്താം. അപ്പൊ അവർക്ക് എന്തെങ്കിലും പൈസയും കിട്ടും, അവർക്ക് അതിലൂടെ ഒരു എക്സ്പീരിയൻസും ആവും. അത് ഇപ്പോ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് നടത്തിപ്പുകാർക്ക് അവർക്ക് കൊടുക്കാനുള്ള പൈസ ലാഭം അല്ലേ. പക്ഷെ വേറൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തിയാണ്. അപ്പൊ അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഒന്ന് ലൈവ് ഓർക്കസ്ട്ര വെച്ചാൽ, പിന്നെ മറ്റൊരു കാര്യം ലൈവിന്റെ ഒരു സുഖം അത് ഒരിക്കലും നമുക്ക് കരോക്കെ കിട്ടില്ല. കരോക്കെ നമുക്ക് എപ്പോ പ്ലേ ചെയ്താലും അതങ്ങനെ മെഷീൻ പോലെ ഇങ്ങനെ ഇന്നലെ എന്താണ് കേട്ടത് അത് തന്നെ ഇന്ന് തന്നെ ഒരേ പാട്ടാണ് പാടുന്നതെങ്കിലും 2 ദിവസം ഒരേ പാട്ട് തന്നെ വായിക്കുമ്പോൾ 2 ടൈപ്പിലായിരിക്കും അവർ വായിക്കുന്നത്. അവരുടെ ഫീലിന്റെയും ആ മൂഡിന്റെ ഒക്കെ വ്യത്യാസം അവരുടെ മ്യൂസിക്കിൽ കാണും, ആ പെർഫോമൻസിൽ കാണും. അത് ജനങ്ങൾക്ക് ഇഷ്ടമാണ്, ഇടയ്ക്ക് തെറ്റുന്നതും ഇഷ്ടമാണ്. അപ്പോഴാണ് മനുഷ്യർ തമ്മിലുള്ള ഒരു സംവേദനം നടക്കുന്നത്. ഇപ്പൊ മനുഷ്യർ തന്നെ ഒരേ പാട്ടുകാരൻ മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങിയത് സത്യത്തില് 1970-ൽ 71-ലായിരിക്കാം. 70-ൽ ഒരു ക്ലബിൽ ഒരു സ്നാക്ക് ബാറിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി അതിന്റെ ഉടമസ്ഥൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് പാട്ടുകാരന് എത്താൻ പറ്റിയില്ല, മ്യൂസീഷ്യൻസിന് എത്താൻ പറ്റില്ല, എന്തോ സാങ്കേതിക തടസ്സം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കസ്റ്റമേഴ്സ് എല്ലാവരും വന്നുകൂടി പാട്ട് കേൾക്കാനായിട്ട്. എന്താ മാർഗമെന്ന് അവർക്ക് പിടുത്തം കിട്ടണില്ല, എന്ത് ചെയ്യും? അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം കരോക്കെ അല്ലേ ഇട്ടത്. അന്ന് കരോക്കെ ഇല്ല, ഒറിജിനൽ സോങ് ഇട്ടു. ജപ്പാനീസ് ഭാഷയായിരിക്കും. ഒറിജിനൽ സോങ് ഇട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, നിങ്ങൾ ഇതിന്റെ കൂടെ അങ്ങോട്ട് പാടിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പാടിയപ്പോഴത്തേക്ക് അത് കൊള്ളാം. അത് ആ കസ്റ്റമേഴ്സിനൊക്കെ ഭയങ്കര തൃപ്തിയായി. ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും കുറച്ച് പാട്ട് പാടാൻ കഴിയുന്നുള്ളതായിരിക്കും. പടുപാട്ട് പാടാത്തൊരു കഴുത പോലും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അത് കറക്റ്റാണ്. എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും പാടാൻ കഴിവുണ്ടാവും. മാത്രമല്ല താളം എല്ലാവർക്കും ഉണ്ടാവും. ശ്രുതി ഇത്തിരി പോയാലും താളം ഒരിക്കലും പോകില്ല. ശ്രുതി നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞത് അല്ലെ, അതിനാണ് പാട്ട് പഠിക്കുന്നത്. അപ്പൊ മറ്റൊരു കാര്യം, 1970-ന് ശേഷം 71-ൽ ഒരു ഗായകൻ ഡെയ്സുകെ ഇനോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഗായകൻ, അദ്ദേഹം പാട്ടുണ്ടാക്കി, പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ വോയിസ് കുറച്ച് വെച്ചിട്ട് എല്ലാവർക്കും സപ്ലൈ ചെയ്തു, വിറ്റിട്ട് പറഞ്ഞു നിങ്ങൾ പഠിച്ചിട്ട് വരണം. അപ്പൊ അദ്ദേഹം പാടി, അതിന്റെ ഒപ്പം തന്നെ ആ കരോക്കെ, അതൊരു കരോക്കയുടെ തുടക്കമായിരുന്നു. അങ്ങനെ അവരെ ഏറ്റുപാടി. ആ സമ്പ്രദായം പിന്നീട് അമേരിക്കക്കാർ 1970-ൽ ജപ്പാനിൽ തുടങ്ങി, 80-ൽ അമേരിക്കക്കാരെ ഏറ്റെടുത്തു. അവിടെ നിന്ന് പിന്നെ ഏഷ്യ, പിന്നെ ഇന്ത്യ, ഇപ്പൊ നമ്മുടെ നിയാസ് അല്ലേ. അങ്ങനെയാണ്.
അപ്പൊ ഞാൻ നേരത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ പാശ്ചാത്യര്, പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ കുറെ നാൾക്ക് മുമ്പ് വായിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഒരിക്കലും അതൊരു പ്രോഗ്രാം, പബ്ലിക് പ്രോഗ്രാമിന് വേണ്ടി ഈ കരോക്കെ ഉപയോഗിക്കില്ല. അവര് ഗവൺമെന്റ് പ്രത്യേകിച്ച് അവരുടെ ഉപകരണ വിദഗ്ധരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ദാസേട്ടനോട് ചോദിച്ചു, ദാസേട്ടനോട് ഒരു റെക്കോർഡിംഗ് എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ ഒരു മ്യൂസീഷ്യന്റെ വീട്ടിൽ പോയി. തേന്മാവൻ കൊമ്പത്തിന് ഡബിൾ ബാസ് എന്ന് പറഞ്ഞു. ഡബിൾ ബാസ് എന്ന് പറഞ്ഞാൽ വയലിന് എല്ലാവർക്കും അറിയാം, അതിന്റെ കുറച്ച് വലുതായിരിക്കും വയോള. അതും ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വായിക്കുന്നു, ഒരത്തിൽ വെച്ചിട്ട് വായിക്കുന്നു. അതിനേക്കാൾ കുറച്ചുകൂടി വലുതാണ് ചെല്ലോ എന്ന് പറഞ്ഞത്. ചെല്ലോ നമ്മൾ ഈ ഇരുന്നിട്ട് ഇങ്ങനെ വായിക്കാം, കുറച്ചുകൂടി ബേസ് വോയിസ് ആയിരിക്കും. വയലിന്റെ ഷേപ്പ് തന്നെയല്ല, അതിനേലും വലുതാണ്, ഏറ്റവും വലുതാണ് ഡബിൾ ബാസ് എന്ന് പറയുന്നത്. ഡബിൾ ബാസ് നിന്നിട്ടേ വായിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മനുഷ്യന്റെ ശബ്ദത്തിനേക്കാളും വളരെ താഴ്ന്നിരിക്കും. നല്ല രസമാണ് അതെല്ലാം കൂടെ വരുമ്പോഴേ. അതിന്റെ എൻസെമ്പിൾ എന്നാ പറയുന്നത്. അങ്ങനെ എല്ലാ ഇൻസ്ട്രുമെന്റും ഉണ്ട് എൻസെമ്പിൾ. അങ്ങനെ ഡബിൾ ബാസ് പ്ലെയറുടെ ഞങ്ങൾ വേറൊരു സുഹൃത്തിൻ്റെ അടുത്ത് പോയതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതാണ് നിങ്ങൾക്ക് തേന്മാവൻ കൊമ്പത്തിന് വായിച്ച ഡബിൾ ബാസ് പ്ലെയറുടെ വീട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അയാളുടെ വരാന്തയിൽ ഈ അന്ന് വായിച്ച ഡബിൾ ബാസ് ഇങ്ങനെ മ്യൂസിയത്തിൽ വെച്ചേക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചേക്കണേ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉപകരണം നിങ്ങൾ ഇങ്ങനെ പുറത്തിങ്ങനെ മ്യൂസിയത്തിൽ വെച്ചേക്കണോ? വർക്കില്ല സാർ, ആരും വിളിക്കുന്നില്ല. അപ്പൊ അതിന്റെ പേരിൽ ഇത് ഇവിടെ വരുമ്പോ അതൊന്ന് ആൾക്കാർ കണ്ടോട്ടെ എന്ന് എഴുതി വെച്ചതാണ് എന്ന് പറഞ്ഞു. ഇതാണ് മിക്ക ആളുകളുടെയും പ്രശ്നം. പക്ഷെ അവർക്ക് അപ്പൊ ആ കാര്യം പോലെ അമേരിക്കയില് അതിന് അങ്ങനെയുള്ള ആൾക്കാരെ കുറച്ച് എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളെ സർക്കാർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ച് ഗ്രാൻഡ് ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ അവർക്ക് ജീവിച്ചു പോകാം. ഇതൊന്നും നമ്മുടെ നാട്ടിലില്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അവർക്ക് ഉള്ള അവസരം കൂടി നഷ്ടപ്പെട്ട് അവർ മറ്റൊരു കാര്യം, തേന്മാവൻ കൊമ്പത്തിൽ വായിച്ച നിലാപ്പൊങ്കലയിൽ വായിച്ച ഗംഭീര ഫ്ലൂട്ടിസ്റ്റാണ് ഒരു തെലുങ്കൻ, മുരളി എന്നാണ് തോന്നുന്നത് പറഞ്ഞു. അദ്ദേഹത്തെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അന്നത്തെ പ്ലേയിങ്. അദ്ദേഹം സ്വന്തമായിട്ട് ആ സമയത്ത് തോന്നിയ ബിറ്റാണ് നിങ്ങളിപ്പോ കേൾക്കുന്ന നിലാപ്പൊങ്കലയിലുള്ള ഫ്ലൂട്ടല്ല, റെക്കോർഡ്. അതിന്റെ ഫാമിലിയിൽപ്പെട്ട അത് വായിച്ചു, ഒറ്റയടിക്ക് വായിച്ചു തീർക്കുകയും ചെയ്തു. അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വേണമെന്ന് പറഞ്ഞു മറ്റേ എന്താണ് ആവണി പൊന്നുഞ്ഞാലിനെ ഞങ്ങളുടെ അറേഞ്ചറോട് പറഞ്ഞു, അന്ന് വായിച്ച ആളെ തന്നെ വേണമെന്ന്. നമ്മൾക്ക് ആ ഒരു ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തിന് വായിക്കാൻ പറ്റുന്നത്. നമ്മൾ ഉദ്ദേശിച്ച സാധനം വായിക്കാൻ പറ്റില്ല, വായിച്ചു വരുമ്പോൾ ഇത്തിരി മാറിപ്പോകും. അപ്പോ ഉടനെ ചോദിച്ചു, എന്താ മുരളി അന്ന് എത്ര ഗംഭീരമായിട്ട് വായിച്ചു, ഇപ്പൊ എന്താ വായിക്കാൻ പറ്റാത്തത്? അപ്പൊ പറഞ്ഞു, വർക്കില്ലാത്തതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, ഡിപ്രഷനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് ലോകം മുഴുവനുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ അവരെയും കൂടി ഒന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ പാടാൻ കഴിവില്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മ്യൂസിക് ഉള്ളിലുണ്ട്. അപ്പൊ അവർക്ക് വേറെ നിവൃത്തിയില്ല, അവർ ഇൻസ്ട്രുമെന്റ് പഠിച്ചേ നിവൃത്തിയുള്ളൂ. സംഗീത സംവിധാനം കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും കീബോർഡ് വായിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പിലൊക്കെ കുറെയൊക്കെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതിന് നമുക്ക് അവസരം കൊടുത്തില്ലെങ്കിൽ അവരുടെ ഇൻസ്ട്രുമെന്റിന്റെ കഴിവ് നഷ്ടപ്പെടുന്നു. മാത്രമല്ല, ഉപകരണം എന്ന് പറയുന്നത് ദൈവം തന്നെ തന്നെയാണ്. അതുകൊണ്ടാണ് കൃഷ്ണന്റെ ചുണ്ടിലും ഫ്ലൂട്ട് ഉണ്ട്, സരസ്വതിയുടെ കയ്യിൽ വീണയുണ്ട്, ശിവന്റെ കയ്യിൽ ഡമരുണ്ട്. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് ദൈവികമാണെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം. നമ്മൾ സ്വർഗ പള്ളിയിലൊക്കെ വരുമ്പോഴത്തേക്കും മാലാകമാര് വയലും വായിക്കുന്നത്, ട്രംപറ്റ് വായിക്കുന്നത്, ബ്യൂഗിൾ വായിക്കുന്നതൊക്കെ എഴുതി വെക്കും. അപ്പൊ അതിന്റെ അർത്ഥം ഇത് ദൈവത്തിൽ നിന്നും വന്നതാണ്. അപ്പൊ നമ്മൾ ഇത് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഒരു ഊതുണ്ട്. അപ്പൊ ഊതിന്റെ ചരിത്രം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് ആദം ഉണ്ടല്ലോ, ആദാമിന്റെ 4ാമത്തെ തലമുറയിലെ ഒരാളുടെ പേരാണ് ലാമാക്ക്. ബൈബിളിലുള്ള ആളാണ്. അപ്പൊ ആ ലാമാക്ക് അന്നത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മുഴുവൻ വനമാണ്. അപ്പൊ കാട്ടില് മരത്തിൽ നിങ്ങൾ തൂക്കിയിട്ടിട്ട് അവർ പോകും. കഴുകന്മാർ ഒരുപാട് ഉള്ള സ്ഥലമാണ്. അപ്പൊ കുറെ ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും കഴുകന്മാര് വന്നിട്ട് ഈ മനുഷ്യന്റെ ദേശം ചീഞ്ഞ ഇതൊക്കെ കൊത്തി തിന്ന് അവസാനം വെറുതെ ഡ്രൈ ആയിട്ടുള്ള ഇത് മാത്രമോ, ബോൺസ് മാത്രമോ, സ്കെൽറ്റൻ മാത്രമോ ഇവര് തിരിച്ചു വരും. ഈ കൊണ്ടേ തൂക്കിയിട്ട ആൾക്കാർ 2-3 മാസം കഴിയുമ്പോൾ തിരിച്ചു വരും. എന്നിട്ട് ആ ബോൺസും ആ സ്കെൽറ്റനും എല്ലാം കൂടിയിട്ട് കൊണ്ടേ കുഴിച്ചു. ഇതായിരുന്നു അന്നത്തെ സിസ്റ്റം. അതേപോലെ ഒരു സംഘം തിരിച്ചു വന്നപ്പോഴത്തേക്കും ഈ ലാമാക്കിന്റെ ബോഡിയുടെ സ്കെൽറ്റൻ ഇങ്ങനൊരു വളഞ്ഞ് വീണ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഹോക്കിസ്റ്റിക് പോലെ ഇരിക്കും. അപ്പൊ ഒരു ബിരുദന് തോന്നി, ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് നമ്മൾക്ക് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കാം തോന്നി. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഊത് എന്ന് പറയുന്നത്. അതെന്റെ കൊണ്ട് ഞാൻ ഈ അടുത്തും കൂടി ഒരു പ്രോഗ്രാം വായിച്ചു. അപ്പൊ അത് മാത്രമല്ല, ഇത് നമ്മൾക്കിവിടെ വീണ എന്ന് പറഞ്ഞാൽ വലിയൊരു ദൈവികമായിട്ടുള്ളൊരു അനുഭൂതിയാണ് അത് കാണുമ്പോൾ തന്നെ, അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴും അത് കാണുമ്പോഴും. എന്ന് പറയുന്ന പോലെ എനിക്ക് കിട്ടിയത് നമ്മുടെ അഫ്സൽ, ഗായകൻ അഫ്സലിന്റെ ചേട്ടൻ ഷംസു ബഹറിൽ നിന്ന് തന്നാണ്.
അദ്ദേഹത്തിന്റെ വീട്ടിലൊരു അറബി ഉണ്ടെന്ന് വെച്ച്, അദ്ദേഹം അറബിക്ക് അറിയാൻ പാടില്ല, ഈ ഷംസുന് എന്താണെന്ന് അറിയാൻ പാടില്ല. അവരുടെ ഞാൻ വരുന്ന താമസിക്കുന്ന സ്ഥലത്ത് ഇത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു വേണിക്ക് ഇത് എന്തെങ്കിലും ഉപകാരപ്പെട്ടേ. അങ്ങനെ ഞാനിത് എടുത്തു. എനിക്കും ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. ഞാൻ പിന്നെ അവിടെ നിന്ന് നേരെ ദുബായിലേക്ക് പോയി. ദുബായിൽ ചെന്നിട്ട് ഒരു അറബി ബുക്ക്, അതിന്റെ അത് നോട്ട്സ് എല്ലാം ഒരേ വെസ്റ്റേൺ നൊട്ടേഷൻ ഒരേപോലെയാണ്. അറബി എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ അത് ബുക്കും വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം, പഠിക്കാം എന്നൊക്കെ കരുതിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ അറബി ഊതും കൈ പിടിച്ചിട്ട് ഞാൻ ബഹ്റിൻ എയർപോർട്ടിൽ വരുമ്പോഴത്തേക്കും ഒരു ബഹ്റിനി വന്നിട്ട് എന്നോട് പറഞ്ഞു, താങ്കളെ ഇവിടുത്തെ എയർപോർട്ട് മാനേജറോ ഏറ്റവും വലിയ ഓഫീസർ വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എന്റെ വിസയിലോ പാസ്പോർട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലോ ടിക്കറ്റിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഞാനിവിടെ കുടുങ്ങി എന്ന് എഴുതിയിട്ട് ഞാൻ പേടിച്ച് അയാളുടെ ചെന്നപ്പോഴത്തേക്ക് അയാൾ എഴുന്നേറ്റ് നമസ്കാരം പറഞ്ഞു ഇന്ത്യൻ സ്റ്റൈലിൽ. താങ്കൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് തന്നു. താങ്കൾ ഇത് എങ്ങോട്ട് പോകണം? ഇതും കൊണ്ട് ഞാൻ ഇന്ത്യയിലേക്ക് പോകണം, ഞാൻ ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിൽ നിന്ന് എവിടെ? കൊച്ചി. എല്ലാം അറിയാം. അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇത് ഞാൻ പ്ലേ ചെയ്യുക. എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാൻ ബുക്ക് വാങ്ങിക്കും. അന്ന് യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ല ഇത് നോക്കി പഠിക്കാനായിട്ട്. അപ്പോൾ ബുക്ക് വാങ്ങിക്കും. അല്ലെങ്കിൽ എനിക്ക് ഒരു സംഗീതത്തിന്റെ ഒരു ചെറിയൊരു ബോധമുണ്ട്, അത് വെച്ചിട്ട് ഞാൻ ട്യൂൺ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ വായിക്കും. അപ്പൊ ഞങ്ങളുടെ മ്യൂസിക്കാണോ വായിക്കണം, നിങ്ങളുടെ മ്യൂസിക്കാണോ? ഞാൻ പറഞ്ഞാൽ അതിനെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞങ്ങളുടെ മ്യൂസിക് വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം എനിക്കത് ചെറുപ്പകാലം പോലെ എൻ്റെ രാഗങ്ങളും കാര്യങ്ങളും സ്കെയിലുകളൊക്കെ അറിയാവുന്നവരിൽ അതാദ്യം വായിക്കും. പിന്നെ കൂട്ടത്തില് ഞാൻ ഞങ്ങളുടെ മ്യൂസിക്, അറബിക് മ്യൂസിക് കൂടി പഠിച്ചിട്ട് വായിക്കാൻ ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞു. പുള്ളിക്ക് എന്തൊരു ബഹുമാനം എന്നറിയാം. പറഞ്ഞത് എന്റെ ഞങ്ങളുടെ ദൈവമാണ് ഇത്, നിങ്ങൾ കൊണ്ടുപോകണം. അപ്പൊ ഞാനീ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സംഗീതോപകരണത്തിന്റെ മഹത്വത്തെ പറ്റി പറഞ്ഞാണ് അത് ലൈവ്. അപ്പൊ അതിനെപ്പറ്റി കൂടി നമ്മൾ ആലോചിക്കണം. അതിനു കൂടി വേണ്ടി ഞാൻ വന്നു. ഓക്കെ. അപ്പൊ മറ്റൊരു കാര്യം, ഇപ്പോ കരോക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യകാലത്തെ കരോക്കെ പോലെ അല്ല. കരോക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് താളത്തില് ലിറിക്സ് ഇങ്ങനെ വരും. അത് നോക്കി അങ്ങോട്ട് പാടിക്കഴിഞ്ഞാൽ താളം തെറ്റൂല, ഓർഡറും തെറ്റൂല. പണ്ടൊന്നും അങ്ങനെ. ഞാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യകാലങ്ങളിൽ നമുക്കറിയാം, ഓർഡർ ഒന്നും നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഇത് മൊത്തം കുളമായി പോകും. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഒരു കമ്പ്യൂട്ടർ, ഒരു സ്ക്രീൻ ഉണ്ടെന്നാണെങ്കിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് താളത്തിൽ പാടാമെന്ന് മാത്രമല്ല, അന്നത്തെ സീൻ രാജേഷ് കന്നഡ ആണെങ്കിലും അല്ലെങ്കിൽ ഹേമമാലിനി അവരൊക്കെ ഇങ്ങനെ ആടുന്നതും പാടുന്നതൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അതിലോട്ട് അധികം നോക്കാണ്ടിരുന്നാൽ മതി. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അത് കിടന്നിട്ടുണ്ടെങ്കിൽ ആ എന്ത് ഫീലിലാണ് ഈ പാട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? റൊമാൻസ് ആണോ, പാത്തോസ് ആണോ, അല്ലെങ്കിൽ ഭക്തിയാണോ എന്നുള്ളൊരു ഫീല്, അല്ലെങ്കിൽ ഡാൻസ് ആണോ എന്നുള്ളതെല്ലാം നമുക്ക് അത് കിട്ടുക. അപ്പൊ ഫീല്, അർത്ഥം, എല്ലാ സാധനങ്ങളും അല്ല എവിടെയാണ് ഏതൊക്കെ ലൈനിൽ എന്തൊക്കെ പാടണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് തരും. അങ്ങനെ ഇനി എന്തെല്ലാം ഡെവലപ്മെന്റ്സ് ഈ ഫീൽഡിൽ വരണമെന്ന് അറിയില്ല. മാത്രമല്ല എനിക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഈ കരോക്കെ മാത്രം വെച്ച് ജീവിക്കുന്ന ആൾക്കാർ. ഏത് തരം കരോക്കെ, ഏത് ഭാഷയും കിട്ടും. അപ്പൊ അത് അവരോട് പറഞ്ഞാൽ ഒരടുത്ത സെക്കൻഡിൽ നമുക്ക് അയച്ചു തരും. ഒരു 10 എന്ന് പറഞ്ഞാൽ ഒരു പേയ്മെന്റ് ഉണ്ടാവും. മനസ്സിലായ? അങ്ങനെ ഇത് കുറച്ച് നാളായി ഇങ്ങനെ തുടങ്ങിയിട്ട്. ഇത് എത്ര കാലം ആണ് ഇതിന്റെ ഭാവി എന്ന് നമുക്ക് അറിയില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും സന്തോഷമുണ്ട്. ഇത്രയും ഗായകരെ, എല്ലാരും ഗായകരായിരിക്കും അല്ലേ? ഇത്രയും ഗായകരെ ഒരുമിച്ച് എല്ലാരും വളർന്നവരെ പറഞ്ഞവരാണ്. അതുകൊണ്ട് വളർന്നങ്ങനെ മുറ്റി അങ്ങനെ അറ്റത്ത് നിൽക്കുന്ന ആരും ഇല്ല ഈ ലോകത്തിൽ. അത് ഞാൻ പറഞ്ഞേക്കാം. ജിം റിവീസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ പേര് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അമേരിക്കയിലെ വലിയൊരു കൺട്രി സിംഗറാണ്. അദ്ദേഹത്തിന്റെ ക്രിസ്മസ് സോങ് ഒക്കെ കേൾക്കാത്ത ആരുമില്ല. ഞാൻ അങ്ങനെയാണ് കൂടുതലും കേട്ടത്. അപ്പൊ അദ്ദേഹത്തോട്, അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ തന്നെ പ്ലെയിൻ ആക്സിഡന്റിൽ മരിച്ചുപോയ ആളാണ്. അപ്പൊ അങ്ങനെ അതിനു മുമ്പ് അദ്ദേഹത്തോട് ചോദിച്ചു, ന്യൂയോർക്ക് ടൈംസുകാർ ചോദിച്ചു, താങ്കളുടെ ശബ്ദത്തിൽ ഇങ്ങനെ ലയിച്ച് ആ മധുരമയിൽ ഇങ്ങനെ ലയിച്ചാണ് എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങൾ അമേരിക്കക്കാരി കേൾക്കുന്നത്, ആസ്വദിക്കുന്നത്. താങ്കളുടെ കാലശേഷം അമേരിക്കൻ മ്യൂസിക്കിന്റെ ഗതി എന്താവുമെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത ആരും ഈ ലോകത്തിലില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദാസിയേട്ടന് 85-ാമത്തെ വയസ്സിലും ഓരോ രാഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഏറ്റവും വലിയ വിഷമം എനിക്കൊന്നും അറിയാൻ പാടില്ല എന്നതാണ്. അപ്പൊ ഞങ്ങളുടെ കാര്യത്തിൽ ആലോചിക്കും. അപ്പൊ ഈ ഇത്രയും അനുഭവങ്ങൾ എനിക്ക് എന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ ഞാൻ പറയാണ്. പിന്നെ പറയുക, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ കാര്യം കരോക്കയുടെ കൂടെ അങ്ങോട്ട് പോയിക്കോളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഴപ്പമൊന്നുമില്ലെങ്കിലും പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് വേറെ ഒരു ഗുരുവിന്റെ അടുത്ത് പോയി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് പറ്റുന്ന വിധത്തില് നമ്മൾ പാടുന്ന പാട്ടുകൾ ഏത് ശ്രുതിയിലുള്ളതാണ്, അത് ഏത് താളമാണ്. ഇപ്പൊ
ഹിന്ദുസ്ഥാനി കർണാട്ടിക് ഒന്നും പഠിച്ചില്ലെങ്കിൽ തന്നെ അത് 4/4 ആണോ 3/4 ആണോ 2/4 ആണോ 6/8 ആണോ, അതിന്റെ എത്രാമത്തെ മാത്രയില്ല, എത്രാമത്തെ ബീറ്റിലാണ് നമ്മൾ തുടങ്ങുന്നത്, എത്രാമത്തെ ബീറ്റിലാണ് അവസാനിക്കുന്നത്, അതിന്റെ ഫസ്റ്റ് ബീറ്റ് ഏത് വരുമ്പോഴത്തേക്ക് ഏത് സ്വരമാണ് വരുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ പ്രകടനത്തിൽ ശരിക്കും മാറ്റം കുറിക്കും. മനസ്സിലായില്ല? ഇതിന്റെ ഫീൽ എന്താണ്, അതിന്റെ ഓരോ വാക്കുകളുടെ ഉച്ചാരണം എങ്ങനെയാണ്, അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിൽ, പിന്നെ ഭാവം, പിന്നെ ഗമകങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യത വരുത്തുക അല്ലേ, അത് ഒരു ഒഴുകി പോവാണ്ട് അതെങ്ങനെയാണ് കുറച്ചുകൂടി അറിയാമെങ്കിൽ അത് ഗപ മാതപ്പയാണെന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ അങ്ങനെ പിടുത്തം കിട്ടും. അപ്പൊ കേൾക്കുന്നവർക്ക് ഇയാൾ നല്ല ഗായകനാണല്ലോ എന്ന് തോന്നിപ്പോകും. അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ട് ഒഴുകി നായി പോകും. ഒരു സ്ലെയർ എന്ന് പറയും, ഇങ്ങനെ ഒഴുക്കം വിട്ട്. അങ്ങനെയല്ല, അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു പെർഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും പാട്ട് എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കും, എല്ലാവർക്കും നല്ല പ്രശസ്തി ഉണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങൾ ഇത് ഈ സിഫ് മ്യൂസിക്കിലെ എല്ലാവർക്കും ഇതിന്റെ 3ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സിഫ് മ്യൂസിക്കിനും സിഫ് മ്യൂസിക് ക്ലബിനും ഇതിന്റെ തലതൊട്ടപ്പനായ നിയാസിനും, അതേപോലെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ പറ്റുപോയി, കൊച്ചിനിലെ വിനോദ്, അദ്ദേഹത്തെയും പരിചയപ്പെടാനും അദ്ദേഹത്തിന്റെ വേദിയിൽ പങ്കിടാനൊക്കെ ഒരുപാട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഞാനൊക്കെ എൻ്റെ ഒരു കുഴപ്പമുണ്ട്, എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സുല്ലിട അറിയാൻ പാടില്ല, അതിൻ്റെ ഉള്ളിൽ ഇത്തിരി നീണ്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കാം. താങ്ക് യു മണിച്ചേട്ടാ. അടുത്തതായിട്ട് നമ്മൾ 2 വാക്ക് സംസാരിക്കാൻ കൊച്ചിൻ ലൈയുടെ ഡയറക്ടർ ശ്രീ വിനോദിനെ ക്ഷണിക്കുന്നു. ഹലോ ബെനി സാർ, നിയാസ്, എല്ലാ മെമ്പേഴ്സിനും നമസ്കാരം. എന്തായാലും ഈ വേദി സാറിൻ്റെ ഒപ്പം ഈ വേദി പങ്കെടുക്കാൻ പറ്റില്ല, ഒത്തിരി താങ്ക് യു. സംഗീതവുമായിട്ടൊരു ബന്ധമില്ലാത്തതാണ് ഞാനിവിടെ ഇരിക്കുന്നത്, ഒരു മ്യൂസിക് ഡയറക്ടർ ഇരിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല, ദൈവനിയോഗം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയാനായിട്ട്, 3rd ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു അച്ചീവ്മെന്റ്. കാരണം പല സ്ഥലത്തും 3rd ആനിവേഴ്സറി ഒന്നും കണ്ടിട്ടില്ല. കാരണം അത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു എന്ന് പറയാനായിട്ട് നിയാസ് തന്നെയാണ്. നിയാസ് മാത്രമല്ല, ഏറ്റവും നല്ല മെമ്പേഴ്സിനെയും കൂടി നിയാസിന് കിട്ടിയ ഒരു കോംബോയും കൂടിയാണ് 3rd ആനിവേഴ്സറിയുടെ ഒരു ബിഗ് വിജയം എന്ന് പറയുന്നത്. കാരണം ഇത്തരം മെമ്പേഴ്സിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ ടോപ്പിലുള്ള അതോറിറ്റി നല്ല എഫർട്ട് എടുക്കണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അതിന്റെ ഒപ്പം തന്നെ എല്ലാ മെമ്പേഴ്സും പുള്ളിയായിട്ട് ജോയിൻ ചെയ്ത് പോകുമ്പോഴാണ്, പിന്നെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്ത് പോകുമ്പോൾ അവർ വളരെ വലിയ വിജയമായി മാറും. എന്തായാലും നിയാസ് നല്ലൊരു അച്ചീവ്മെന്റ് നിയാസ് ചെയ്തേക്കണം. അതുകൂടാതെ സാറ് ഇങ്ങനെ ഓർക്കസ്ട്രയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാനും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ ഒരു ഗായിക അല്ലെങ്കിൽ ഒരു ഗായകൻ ജനിച്ചത് എനിക്ക് തോന്നുന്നു കരോക്കയുടെ കാലഘട്ടം. ആ കാലഘട്ടം തൊട്ടാണോ എന്നറിയില്ല, ഒരു വീട്ടിൽ ഒരു ഗായകനോ ഗായിക ഉണ്ടാകാറുണ്ട്. നമ്മൾ എവിടെ ചെന്നാലും ഏത് ഫംഗ്ഷനോ ആയാലും ഏതെങ്കിലും ഒരു ഫാമിലിയിൽ ഒരു ഗായകനോ ഗായിക ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നമ്മൾ പഠിക്കുന്ന കാലത്ത് ഗാനങ്ങളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. കാരണം അന്ന് കരോക്കെ കാര്യങ്ങളൊന്നും, നമ്മളപ്പോ ഒന്നിലും കലാഭവൻ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാര്യങ്ങൾ അതിൽ എത്ര പേര് പഠിക്കുന്നു. ഒരുപാട് സംഗീതം ഉള്ളിലുള്ള ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരുപാട് വ്യക്തികളുണ്ട്, പക്ഷെ അവർക്കൊന്നും ഓപ്പർച്യൂണിറ്റി ഇല്ല. അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം എങ്ങനെ പഠിക്കും അല്ലെങ്കിൽ എങ്ങനെ പ്രസന്റ് ചെയ്യും എന്നുള്ളത്. പക്ഷെ അതൊക്കെ കുറേയും കൂടി കരോക്കയുടെ കാലം വന്നപ്പോഴാണ് സാധാരണക്കാരിൽ നിന്നും സാധാരണക്കാരിലേക്ക് ഗാനങ്ങൾ എത്തി തുടങ്ങി, അത് റീച്ച് ചെയ്യാൻ തുടങ്ങി. എത്രയോ പേര് ഇപ്പൊ യൂട്യൂബിൽ ഇടുന്നു. ഒരു സാധാരണക്കാരൻ യൂട്യൂബിലേക്ക് ഇടാൻ ഒരു അവസരം തന്നെ വന്നില്ല. അതൊക്കെ ഈ കരോക്കെ വന്നതിന് ശേഷം ഉണ്ടായത്. അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ചെയ്യും. അപ്പൊ അതൊക്കെ ഒരു ദൈവനിയോഗം. എന്തായാലും നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഈ 3rd ആനിവേഴ്സറിക്ക് പകരം ഒരു 30 വർഷമെങ്കിലും മിനിമം ഈ സിഫ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു.